എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണിൽ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ KI ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു ഉത്സവമായി ആചരിക്കുന്നു. ചിലർ ക്രിസ്തു ഡിസംബർ 25-ാം തീയതി ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ഡിസംബർ 25-ന് ജനിച്ചു എന്ന് പറയുന്ന ഒരു വാക്യം പോലും ദൈവവചനത്തിലില്ല. യേശു ഭൂജാതനായി എന്നത് ഒരു ചരിത്ര സംഭവമാണ്. യേശു ഭൂമിയിൽ ജനിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരുന്ന യെശയ്യാവ് പ്രവചിച്ചത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ യേശു എന്തിനാണ് ഭൂജാതനായത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെ, ദൈവമായിരുന്ന യേശു മനുഷ്യവേഷവും കൂടെ ധരിച്ച് ഭൂമിയിൽ വന്നത് പാപത്തിലാണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിച്ച് അവരോടുകൂടെ വസിക്കുന്നതിനു വേണ്ടിയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷിതാവ് എന്നതാണ്. യേശു ദൈവമായിരുന്നവൻ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ആ യേശു മനുഷ്യവർഗത്തിന്റെ പാപം വഹിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ്. ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച ഏതൊരു വ്യക്തിയോടും കൂടെ അവൻ ഇമ്മാനുവേലായി വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിക്കാതെ എത്ര വർഷം ക്രിസ്തുമസ് ആചരിച്ചാലും ആഘോഷിച്ചാലും പുൽക്കൂടുകൾ ഉണ്ടാക്കിയാലും ക്രിസ്തു ഇമ്മാനുവേലായി ദൈവമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷിക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. മറിച്ച് യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ക്രിസ്തു എന്നും നിങ്ങളോടുകൂടെ വസിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, എന്നും നിങ്ങൾക്ക് ക്രിസ്തുവിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുവനോടുകൂടെ അവൻ സമാധാന പ്രഭുവായി എന്നും വസിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. യേശുക്രിസ്തു രക്ഷിതാവായി ലോകത്തിൽ വന്നു എന്നുള്ളത് വിസ്മരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് 25/12/2024 എന്ന തീയതി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നത് യേശു ലോകത്തിൽ വന്നിട്ട് 2024 ആണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാര നിവൃത്തി വരുത്തിയ യേശു തന്റെ ശിഷ്യന്മാരോട് തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞത് ശ്രദ്ധിക്കുക. മത്തായി 28:18 യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
20-ാം വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനോട് കൂടെ എപ്പോഴും കർത്താവുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കഷ്ടതയിലും രോഗത്തിലും ദുഃഖത്തിലും കണ്ണുനീരിന്റെ അവസ്ഥയിലും മരണനിഴലിൻ താഴ്വരയിലും അവൻ നമ്മോട് കൂടെയുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ 23:4 പറഞ്ഞിരിക്കുന്നത്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, നമ്മോട് കൂടെയുള്ളവൻ, നാം എന്തിന് ഭയപ്പെടണം? അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് താമസമിന തന്നിൽ വിശ്വസിച്ച എല്ലാവരെയും തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ട് വരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വസിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരും ഈ പ്രത്യാശയുള്ളവരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവൻ ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഇരിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ.